ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ വന്നേക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. ഒരു പാടത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും പാടത്തിൻ്റെ വീഡിയോ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പാടത്തിൽ നിന്നും ആ ചെറിയ ചെറിയ നെൽച്ചെടികൾ പറിച്ച് അപ്പുറത്തേക്ക് മാറ്റി നടാനാണല്ലോ. അപ്പോൾ വലുതായോ, കുറച്ചുകൂടി മാറ്റി നടാനുള്ള പാകമായോ ഞാൻ കാണിച്ച നെൽച്ചെടികൾ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഇതല്ല കേട്ടോ. ഞാൻ ആദ്യത്തെ വീഡിയോ കാണിച്ച സമയത്ത് എനിക്ക് രണ്ട് കാര്യങ്ങൾ അതിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആദ്യം നിങ്ങളെല്ലാം കാണിച്ചത് ഒരു ഉഴുതുമറിച്ചിട്ട പാടമാണല്ലോ അല്ലേ. നാം കാണിച്ച പാടശേഖരം എല്ലാം ഉഴുതുമറിച്ച് ട്രാക്ടർ കൊണ്ട് ഉഴുതുമറിച്ച് റെഡിയായി നിൽക്കുന്ന ഒരു പാടശേഖരങ്ങളാണ് എല്ലാം കാണിച്ചത്. പക്ഷേ ആ ഉഴുതുമറിക്കുന്ന ഒരു ഭാഗം ഞാൻ കാണിച്ചില്ലായിരുന്നു. കാരണം ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല ഉഴുതുമറിക്കുന്ന സമയത്ത്. ഞാൻ വന്നപ്പോഴത്തേനും ട്രാക്ടർ കൊണ്ട് ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര വിഷമമായി പോയി. കാരണം ഞാൻ എല്ലാം ആ പാടശേഖരത്തിൻ്റെ ഓരോ പാർട്ടും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ ഒരു പാർട്ട് കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഈ വഴി വന്നപ്പോൾ അവിടെ ഒരു ട്രാക്ടർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന ചേട്ടന്മാരോട് ചോദിച്ചു, എന്ത് പറ്റി ട്രാക്ടർ വന്നേക്കണം, ഓൾറെഡി പാടമൊക്കെ ഉഴുതുമറിച്ച് കഴിഞ്ഞതല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതല്ല, അവർക്ക് ഒരു പ്രാവശ്യമല്ല ഇവരെ ഉഴുതുമറിക്കുന്നത്, 2-3 പ്രാവശ്യം ഈ നെൽപ്പാടങ്ങളെല്ലാം ട്രാക്ടർ കൊണ്ട് ഉഴുതുമറിച്ച ശേഷമാണ് നമ്മൾ നെൽച്ചെടികളെ പാക്കണ്ടത്തിൽ നിന്ന് മാറ്റി നടുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ. കാരണം എനിക്കപ്പോൾ ഒന്നുകൂടി അത് എടുക്കാൻ പറ്റുമല്ലോ, ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അന്ന് എനിക്കത് മിസ്സായി പോയി, ഇന്ന് എനിക്കത് എടുക്കാൻ പറ്റുമല്ലോ എന്ന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്ന് രാവിലെ നേരം വെളുത്തത് ഇപ്പോൾ 6:45. ഞാനിപ്പോൾ പാടത്തേക്ക് പോകണം. വെയിൽ വന്നു തുടങ്ങി കേട്ടോ. 7 മണിയാകുമ്പോൾ തന്നെ വെയിലായി പാടത്ത്. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടാലോ ട്രാക്ടർ അത് എങ്ങനെയാണ് ഉഴുതുമറിക്കുന്നത്, എന്താണ് ചേഞ്ച്, എങ്ങനെ ഉഴുതുമറിക്കുമ്പോൾ പാടത്ത് വന്നത്, നമുക്കതൊക്കെ ഒന്ന് പോയി കണ്ടാലോ. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളെല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുമോ ചെറിയൊരു വീഡിയോയിലേക്കാണ്. നമുക്കൊന്ന് പോകാം. അതേപോലെ തന്നെ ഞാനിപ്പം ഇന്നലെ എൻ്റെ വീടിൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ ഒരു സാരി തുണി, അതുപോലെ തുണികൾ കൊണ്ട് ഒരു വലിയൊരു ഏരിയ, ഒരു 2-3 സെൻറ്റ് വിസ്തീർണമുള്ളൊരു ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കണം. ഞാൻ വെച്ചാൽ അതെന്താണ് ഇങ്ങനെ ആലോചിച്ചു. അതെന്താന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ പാടത്ത് പോയി നോക്കി കേട്ടോ. നോക്കിയപ്പോൾ കണ്ടെന്താണെന്നറിയോ, ചെറിയ ചെറിയ നെൽച്ചെടികൾ പൊട്ടി മുളച്ച് വന്നേക്കണം. ഇത് ഞാൻ അന്നത് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ 4 ദിവസം മുമ്പാണല്ലോ നമ്മുടെ മെയിൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. അന്നത് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് അവർ ചെറുതായിട്ട് നെല്ല് വിതറിയേക്കണത്. അപ്പോൾ അതെല്ലാം പൊട്ടി മുളച്ച് വന്നേക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എനിക്കന്ന് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്യാൻ ചെന്ന സമയത്ത് നെൽച്ചെടികളൊക്കെ ഒരു വിരൽ വലിപ്പത്തിലുണ്ടായിരുന്നു. ഞാനന്ന് പറിച്ച് കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ അതിരെയും കാട്ടും ചെറിയൊരു സ്റ്റേജ് പൊട്ടി മുളച്ചിങ്ങനെ വന്നേക്കുന്ന ഒരു നെൽച്ചെടികളുടെ ഭാഗവും കൂടി നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വലിയതായിട്ടൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൂടി ഇന്ന് കാണിക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്കന്ന് മിസ് ചെയ്തത്. ഇപ്പം ഞാൻ കാണിക്കുമ്പോൾ നെൽച്ചെടികൾ പൊട്ടി മുളച്ച് വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഒരാഴ്ച കഴിഞ്ഞ് ആകുമ്പോൾ ഉള്ള വലിപ്പമാണ് ഞാൻ അന്ന് എൻ്റെ മെയിൻ ഫസ്റ്റ് പാടം വീഡിയോയിൽ ഞാൻ പറിച്ച് കാണിച്ചില്ലേ. അത് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന കുഞ്ഞു ചെടികൾ ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച കഴിയുമ്പോൾ ഉള്ള സ്റ്റേജാണ് ഞാൻ ആ മെയിൻ വീഡിയോയിൽ കാണിച്ചത്. അപ്പം നമുക്ക് അതിനേക്കാൾ ചെറിയ രീതിയിൽ പൊട്ടി മുളച്ചൊരു എങ്ങനെ ഇരിക്കുന്നതൊക്കെ ഒന്ന് കണ്ടാലോ. അതും ഇപ്പോൾ പാക്കുകണ്ടങ്ങളുടെ ഒരു എണ്ണം കൂടി, കാരണം ഒരുപാട് ഏരിയ നെൽപ്പാടങ്ങളുണ്ടല്ലോ. അപ്പോൾ പാക്കുകണ്ടത്തിൻ്റെ എണ്ണം കൂടി ഒരുപാട് പാക്കുകണ്ടങ്ങളായി. അപ്പോൾ അതിനകത്ത് ഇതിപ്പോൾ വലിയൊരു പാക്കുകണ്ടമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഒന്ന് പോയി കണ്ടാലോ. അപ്പോൾ ഈ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് വരാമോ, നമുക്കൊന്ന് പോയി കണ്ടാലോ. വരും. പിന്നെ ഒരു കാര്യം, ഞാൻ വൈൻഡിങ് അപ്പ് പ്രത്യേകമായിട്ട് വന്ന് പറയുന്നില്ല. പാടത്ത് വെച്ച് തന്നെ ഒരു വൈൻഡിങ് അപ്പ് നടത്തുവാണ്. കാരണം ഞാൻ വീഡിയോ ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ ഇത് പാടത്തിൻ്റെ ഒരു എനിക്ക് ഫസ്റ്റ് വീഡിയോയിൽ മിസ്സായിപ്പോയ 2 ഭാഗങ്ങൾ മാത്രമാണ്, അല്ലാതെ സെക്കൻഡ് പാർട്ട് അല്ല കേട്ടോ. സെക്കൻഡ് പാർട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ഞാൻ അപ്ലോഡ് ചെയ്യാം. അവരതൊക്കെ ഒന്ന് പറിച്ച് നട്ടു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ പോയി എല്ലാം ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയാലോ. വരും. ഞാൻ പറഞ്ഞില്ലേ ട്രാക്ടർ കൊണ്ട് ഉഴുതുന്നത് കണ്ടു എന്ന്. അപ്പം ഞാൻ വേഗം ഇങ്ങോട്ട് പാടത്തേക്ക് വന്നതാണ് കേട്ടോ ഈ വീഡിയോ ഒന്ന് എടുക്കാനായിട്ട്. ട്രാക്ടർ കൊണ്ട് ഉഴുതുമ്പോൾ ഈ താഴെ കിടക്കുന്ന മണ്ണ് ഞാൻ വീണ്ടും മുകളിലേക്ക് ഇങ്ങനെ ഇതായിട്ട് വരുമല്ലോ. ആ സമയത്ത് കുറേ ഈ പുഴുക്കളെയൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് കൊക്കുകളും വരും. കൊക്കുകളെയൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇത് ഓൾറെഡി ഉഴുതിട്ട പാടമാണ്. നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം വന്നിരുന്നല്ലോ, വന്ന് കണ്ടതാണ്. നമ്മൾ കണ്ട ആ പാക്കുകണ്ടം എല്ലാം തന്നെയാണ്. പക്ഷേ വീണ്ടും ഇപ്പം ഈ പാക്കുകണ്ടത്തിൽ നിന്ന് നെൽച്ചെടികളെ മാറ്റി നടന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു അവരോട്, ഒരു പ്രാവശ്യം ഉഴുതുമറിച്ചാലും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആണ് അതേ ഒരു പ്രാവശ്യം ഉഴുതുമറിച്ച പാടം തന്നെയാണ്. പക്ഷെ എന്നാലും 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം ചിലപ്പോൾ വല്ല പുല്ലുകളൊക്കെ താഴത്ത് ഉണ്ടെങ്കിലോ, പിന്നെ ഇത് നന്നായിട്ട് ആ ഒരു ചേറ് നന്നായിട്ട് മിക്സായി വരാനായിട്ട് വീണ്ടും ഒന്നുകൂടി 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ട്രാക്ടർ കൊണ്ടുവന്നേക്കണം.
ഇതുപോലെ ചെറിയ ട്രാക്ടറിലാണ് കേട്ടോ ഇത് ഉഴുത് മറിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് പോകാവേ. കണ്ടോ, കുറേ കൊക്കുകളും വന്നിട്ടുണ്ട്. അതിൻ്റെ കുറേ ഉഴുത് മറിക്കുമ്പോൾ ഉള്ള ഇതൊക്കെ കഴിക്കാനായിട്ട് കുറേ കൊക്കുകൾ വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും നിരനിരയായിട്ട് ഇരിക്കുവാണ് കേട്ടോ. അതെ അതെ, കണ്ടോ, ഒരു കണ്ടത്തിൽ നിന്ന് അടുത്ത കണ്ടത്തിലേക്ക് ട്രാക്ടർ അങ്ങോട്ട് പോവുകയാണേ. അപ്പം നന്നായിട്ട് ആ ഒരു ചേറും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഉഴുത് ഇതാവുകയാണ്. നല്ല അപ്പം അത്രയും നല്ല മിക്സ് ആവുകയാണ് മണ്ണ്. നമുക്കൊന്ന് അടുത്ത് ചെന്ന് നോക്കിയാലോ? ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ പാക്കുകണ്ടങ്ങൾ കണ്ടു, അപ്പോൾ ബാക്കി നിലത്തിലേക്ക്, അപ്പോൾ ഇതിന്ന് പറിച്ച് തന്നെ അപ്പുറത്തേക്ക് നടുവെന്ന് തന്നെ അവർ പറഞ്ഞത്. പക്ഷേ ചില ആളുകൾ ഡയറക്റ്റായിട്ട് ഈ കണ്ടത്തിലേക്ക് നെല്ല് വിതറിയിട്ടുണ്ട്. അതിൽ നിന്നും മുളച്ച് വന്ന് അവരവിടെ അങ്ങനെ തന്നെ കൃഷി ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഭൂരിഭാഗം ആൾക്കാരും, ഒരു 80% ആൾക്കാരും എനിക്ക് തോന്നുന്നു ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് പാക്കുകണ്ടം വെച്ചിട്ട് അതിൽ നിന്നും ചെടികൾ, നെൽച്ചെടികൾ വളർന്ന ഒരു ചെറിയൊരു വിരലിൻ്റെ ഭാഗമാകുമ്പോൾ പറിച്ച് നടന്ന ആൾക്കാരും ഉണ്ട്. അതാണ് കൂടുതൽ ആളുകളും ചെയ്യുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വെറുതെ പാടത്തേക്ക് ഇങ്ങനെ വിതറി അവിടെ തന്നെ നെല്ല് മുളപ്പിച്ച് അത് അവിടെ തന്നെ വിളഞ്ഞ് അങ്ങനെ എടുക്കുന്നവരും. ഞാൻ ഈ സൈഡിലേക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ ഷൂട്ട് ചെയ്തതാണ്. വീണ്ടും ഞാൻ വന്നത് നിങ്ങളൊരു കാര്യം കാണിക്കാനാണ്. ഈ വഴിയിലൊക്കെ മീനുകളുണ്ട് കേട്ടോ, ഒരുപാട്. ഞാൻ 2-3 മീനുകൾ ഇങ്ങനെ പോണ കണ്ടു. പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോഴത്തേനും അതുങ്ങൾ പോയി. ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ വീഡിയോസൊക്കെ കാണിച്ചതായിരുന്നു. ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കണതല്ല. ഇത് നോക്കൂ, ഇവിടെ എല്ലാം ഇത്തിരി അവരിങ്ങനെ മിക്സ് ചെയ്തപ്പോൾ ഇപ്പം ഇത്തിരി ചെളി പോലെയാണ്. അപ്പോൾ എൻ്റെ കാല് താന്നു പോകുന്നു ഇത് കൂടെ നടക്കുമ്പോൾ. ഞാൻ കഴിഞ്ഞ ദിവസം, ഞാനൊരു 3 ദിവസം മുമ്പായിരുന്നല്ലോ എൻ്റെ ആദ്യത്തെ പാടത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. ആ സമയം പാക്കുകണ്ടങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. പക്ഷേ ഇന്നലെയല്ല, എനിക്കതൊന്ന് മിനിങ്ങാന്നാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിതേ പാടത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നേക്കുവാണ് കേട്ടോ. ഇതറിയാലോ ഈ പ്ലേസ്, നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഡാമിലെ വെള്ളമൊക്കെ ഒഴുകുന്ന ആ അരുവിയുടെ ആ ഭാഗത്തുകൂടിയാണ് വന്നേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ആ ഭാഗത്തോട് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നേക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ വീടിൻ്റെ അവിടെ നോക്കി കുറച്ചിങ്ങനെ ഇതുപോലെ കണ്ടു, തുണി പോലെ കെട്ടി വെച്ചേക്കുവാണ്, കോലൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ പുതിയ പാക്കുകണ്ടം. അവിടെയാണ് ഞാൻ പറഞ്ഞത് നെൽമണികൾ ചെറിയ തൈകളായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മളിത്
ഇവിടെ വെള്ളത്തിൻ്റെ ചാലിൽ കൂടി നടക്കുവാണ്. ഇതിൽ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പ് ഞാനവിടെ ഊരിയിട്ടു. കാരണം ഇതിൽ കൂടി വരമ്പിൽ കൂടി നടക്കുമ്പോഴേ കാല് താന്നു പോണു, അപ്പം നടക്കാൻ പറ്റില്ല. അപ്പോൾ തൊട്ടിപ്പുറത്ത് ചാലുണ്ട്. നമ്മുടെ ഡാമിലെ വെള്ളം ഇതുപോലെ ചെറിയ ചാലുകളായിട്ട് ഇങ്ങോട്ട് ഒരു ഇതുപോലെ വെച്ചിട്ട് ഇങ്ങോട്ടേക്കും കടത്തി വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ കൂടി നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. നടക്കാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൽ കൂടി നോക്കൂ, എന്ത് രസമായത്. മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കാം, നമുക്ക് ചെറിയ മീനുകൾ കാണുമോ നോക്കാം. നമുക്ക് നടക്കാൻ നല്ല ഭംഗിയാണ്. ദാ 3-4 മീനുകളൊക്കെ പോകുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഈ ഒരു നടപ്പ്. കണ്ടോ അപ്പോൾ ഇതിൽ കൂടി നടന്ന് എത്താം. കാരണം ഈ വരമ്പിൽ കൂടി നടക്കണേയും കാട്ടും എളുപ്പമുണ്ട് കേട്ടോ. ഇതിൽ കൂടി നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് നടക്കാം. ഓക്കേ, ഇതാ ഇവിടെ വലിയൊരു കല്ല് പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കയറാം. എന്നിട്ട് നമുക്ക് ഇതാ ഇതിലേക്ക് വരമ്പിലേക്ക് കയറി. ഓക്കെ, നമുക്ക് നേരെ ആ പാക്കകണ്ടത്തിലേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ഈ വരമ്പിലേക്ക് കയറി. ഈ വരമ്പത്തൂടി നടക്കുവാണ്. ഇത് ശ്രദ്ധിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഴും കേട്ടോ. പെട്ടെന്ന് തെന്നി പോകുന്നുണ്ട് കാല്. ഇനി നമുക്ക് പാക്കകണ്ടത്തിൻ്റെ അടുത്തെത്തിയിട്ട് കാണാവേ. നമ്മൾ നടന്ന് ആ ഭാഗത്തിന് അടുത്തെത്താറായി. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു പാക്കകണ്ടം റെഡിയായി നിൽക്കുവാണ്. അതിനിപ്പുറത്ത് ശ്രദ്ധിച്ചോ, കുറച്ച് ഭാഗത്ത് നെല്ല് വിതറിയിട്ടേക്കുവാണ് കേട്ടോ. പാക്കകണ്ടം ആക്കാനുള്ള ഒരു ഏരിയയാണിത്. അതുകൊണ്ട് നെല്ല് വിതറിയിട്ടേക്കുവാണ്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, അത് പാക്കകണ്ടമായി മുളച്ച് വന്നു. നെൽച്ചെടികൾ മുളച്ച് വന്നു. പക്ഷേ ഇപ്പുറത്തെ ഈ ഒരു ഏരിയ അത് പാക്കകണ്ടമാക്കിയാണ്. അപ്പോൾ അവർ നെല്ല് വിതറി ഇട്ട് ഇനി ഒരാഴ്ചക്കുള്ളിൽ ചെറിയ ചെടികളായിട്ട് മുളച്ച് വരും. കണ്ടോ, ആ ഒരു ഭാഗത്താണ് ഞാൻ പറഞ്ഞ പാക്കകണ്ടത്തിലേക്കുള്ള നെൽമണികൾ വിതറിയിട്ടേക്കുള്ളൂ. ഇപ്പുറത്തെ അവർ ഒരാഴ്ച മുമ്പ് വിതറിയതെല്ലാം ഒന്ന് പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ തീരെ ചെറുതാട്ടോ. പരുന്തും ഒന്നും കയറാതിരിക്കാൻ, കാട്ടുപന്നി അങ്ങനെയൊക്കെ കയറാതിരിക്കാൻ ഇതുപോലെ കമ്പ് നാട്ടി ഇതുപോലെ തോരണം കെട്ടി വെച്ചേക്കുക. കണ്ടോ, ആ ഏരിയ മുഴുവനും. അതെ, ഇപ്പം നമ്മൾ ഇവിടെ എത്തി കേട്ടോ. നമ്മുടെ സ്ഥലത്തെത്തി. ഇവിടെ വെള്ളമൊക്കെ അങ്ങനെ ഒഴുകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഏരിയയിലേക്ക് നമ്മൾ എത്തി. ഇത് കണ്ടോ, ഇത് പക്ഷികളൊന്നും കയറാതിരിക്കാനാണ്, കാട്ടുപന്നിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തോരണം കെട്ടി വെച്ചേക്കണത്. നെല്ല് പാകി ചെറിയ ചെറിയ ചെടികൾ, വളരെ ചെറുതാണ് കേട്ടോ. വളരെ ചെറുതെന്ന് വെച്ചാൽ ഇത് പറിച്ച് കാണിക്കാനാണെങ്കിൽ ഇത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് ഇത്തിരി കൂടി വലുതായി തോന്നുന്നു. നമ്മൾ അന്ന് കണ്ടതിൻ്റെ അത്ര ഇല്ല കേട്ടോ. അന്ന് നമ്മൾ കണ്ടത് തീരെ ചെറുതല്ലായിരുന്നു. അത് പക്ഷേ ഇതിനേക്കാട്ടും ഇത്തിരി വലുതാണ്. ഇത് തീരെ ചെറുതുമാണ്. നോക്കൂ, കണ്ടോ, ഇവിടെയൊക്കെ പാക്കകണ്ടമാണിത്. വലിയൊരു പാക്കകണ്ടം. ഞാൻ അവിടെ വീഡിയോ ഒന്ന് നോക്കിയപ്പോൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ നെല്ല് വിതറിയിട്ടേക്കാണ്. വിതറിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഇതിങ്ങനെ പൊട്ടി മുളച്ച് വരും. അതാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ തീരെ ചെറുതുണ്ട്. ഒന്ന് പറിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എന്തോരോന്ന് ഇത്രേ ഉള്ളൂ. നമ്മൾ അന്ന് കണ്ടത് ഇതിനേക്കാട്ടൊക്കെ വലുത്. ഈ സ്റ്റേജിനേക്കാട്ടും ഒരാഴ്ച കൂടിയ വളർച്ച കൂടിയതാണ്. കണ്ടല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിൽ വരണം. 2 ദിവസം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ തുണികളൊക്കെ കെട്ടി വെച്ചേക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിൽ ഒന്ന് വരാം. ഇന്നലെ വരാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ പാടത്തിലേക്ക് ഒരു രക്ഷയില്ല വരാനുണ്ട്. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കും,
ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വളർച്ചയുടെ സ്റ്റേജാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറിച്ച് കാണിച്ചില്ലായിരുന്നു അത്. ഇത് നെൽമണികൾ വെതറി ജസ്റ്റ് പൊട്ടി മുളച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. കുറച്ച് സൈഡിലേക്ക് ഇനിയും മുള പൊട്ടി വരാനുണ്ട് നെൽമണികൾ. അപ്പോൾ ഇതൊന്ന് കാണിക്കാനാണ് ഞാനിങ്ങോട്ട് വന്നത്. കാരണം പാക്കുകണ്ടങ്ങളുടെ ഏരിയ കൂടിക്കൂടി വരുവാണ്, എണ്ണം കൂടിക്കൂടി വരുവാണ്. എണ്ണം ഉള്ളതിൽ തന്നെ ഏരിയയും കൂടിക്കൂടി വരുവാണ്. കാരണം ഒരുപാട് ഏരിയ പാടം കവർ ചെയ്യണമല്ലോ. പിന്നെ ഒരു 70% ആൾക്കാരാണ് ഇതുപോലെ പാക്കുകണ്ടത്തിൽ നെല്ല് വെതറി മുളപ്പിച്ച് അതിൽ നിന്നും ചെറിയ നെൽച്ചെടികൾ മുളച്ച് വന്ന് അതിനെ പറിച്ച് മാറ്റി നടന്നത്. ബാക്കി ഒരു 30% ഡയറക്റ്റ്ലി അങ്ങോട്ട് വെതറുവാണ്. അവരുടെ പാടത്ത് തന്നെ അതങ്ങോട്ട് പൊട്ടി മുളച്ച് അങ്ങനെ അങ്ങോട്ട് നെല്ല് വലുതാവും, ചെടി അങ്ങോട്ട് വലുതാവും. പക്ഷേ ഒരു 70% ഇങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടല്ലോ അല്ലേ ഏരിയ പാക്കുകണ്ടത്തിൻ്റെ. അപ്പോൾ ഇതൊന്ന് കാണിക്കാനാണ് ഞാൻ വന്നത്. അത് കൂടാതെ നമ്മൾ അന്ന് കാണിച്ച നെൽച്ചെടിയും കാട്ടും ചെറിയത്, ഇത് പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട്. ചെറിയ വളരെ ചെറുതാണ്, അത്ര ആയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് കാണിക്കാനാട്ടോ ഞാൻ വന്നത്. കാരണം 2 ചെടികളുടെ ഈ ഒരു മുള പൊട്ടി വന്നുള്ളതും അന്ന് ഞാൻ കാണിച്ച കുറച്ച് വലുതായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇതിലൊന്നും മൊത്തം ആയിട്ടില്ല, കുറേ നെൽമണികൾ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഒന്ന് പൊട്ടി മുളച്ച് വരണേ ഉള്ളൂ. എന്താ നോക്ക്, ഒരുപാട് ഏരിയ ഉണ്ട്, കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല, ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വേറൊരു വൈൻഡിങ് അപ്പ് ഞാൻ പറയുന്നില്ല കേട്ടോ, പാടത്ത് വെച്ച് നമുക്കൊരു വൈൻഡ് അപ്പിങ് ആവാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെന്താണ്, ആസ് യൂഷ്വൽ ചെറിയ വീഡിയോ ആണ്. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം സന്ധ്യ. സ്റ്റേ ഹാപ്പി ഡിയേഴ്സ്. ബൈ ബൈ.